ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കട്ട് ചെയ്ത് കഴിക്കുന്ന റെഡ് ഹൈബ്രിഡ് വെറൈറ്റിയും വൈറ്റും നമുക്കിവിടെ തൈ ആയിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിനകത്ത് എടുത്ത് കഴിക്കാനായിട്ട് കൊതിയൂറുന്ന വെറൈറ്റി തന്നെയാണ്. ഒരുപാട് രുചിയുള്ള സാധനമാണ് റെഡ് ഹൈബ്രിഡ് എന്ന് പറയുന്ന വെറൈറ്റി. അതിനകത്ത് നല്ല സീഡുണ്ട്. സീഡ് ജെർമിനേഷൻ ചെയ്യും, പക്ഷേ കായ്ക്കാനായിട്ട് ലേറ്റാവും. നല്ല കട്ടിങ്സാണ് ഏറ്റവും ബെസ്റ്റ്. അതേപോലെ തന്നെ അതാണ്ട് ഇതിൻ്റെ തൈകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന തൈകളാണ്. നല്ല നല്ല ക്വാളിറ്റിയാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. വൈറ്റും ഉണ്ട്, റെഡും ഉണ്ട്. ഇത് പ്ലാന്റ് കൊണ്ടുവന്നതാണ്. ഇപ്പം ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇന്ന് അവൈലബിൾ ആണ് മാർക്കറ്റുകളിൽ. അതിനകത്ത് ഒരുപാട് വെറൈറ്റികളുണ്ട്. രുചിയുള്ള വെറൈറ്റി ഉണ്ട്, സെൽഫ് പോളിനേഷൻ ഉള്ള വെറൈറ്റി ഉണ്ട്. അങ്ങനെ ഇത് സെൽഫ് പോളിനേഷൻ വെറൈറ്റിയാണ്. തന്നെ ഫ്ലവർ പരാഗണം നടന്ന് കായാവും. അങ്ങനെ ആവാത്ത വെറൈറ്റികളും ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വലിയ വെള്ളം വേണ്ട. നല്ല നല്ല പൊരി വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് അതിനകത്ത് ആദായം എടുക്കാം. അതേപോലെ തന്നെ ഒരു ബയോ ഫെൻസിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. ബയോ ഫെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആന പോലും കയറില്ല, ബയോളജിക്കൽ ഫെൻസിങ്. അതേപോലെ തന്നെ നമുക്ക് വലിയ കെയർ ഇല്ലാതെ നമുക്ക് ആവശ്യത്തിന് ഇതിനകത്ത് ആദായം കിട്ടും. വേസ്റ്റായി കിടക്കുന്ന ലാൻഡ് അതേപോലെ തന്നെ സർവേക്കലിനകത്ത് മേളിൽ ടയറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കഴിക്കുന്ന വീഡിയോ ഒന്ന് കാണാം. നല്ല അസാധ്യ രുചിയുള്ള സാധനം കേട്ടോ. സീഡുണ്ടെങ്കിൽ അത് പക്ഷേ ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള സാധനമാണ്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാകുമ്പോഴത്തേക്കും നമുക്ക് വലിയ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ലുള്ള ഫ്രൂട്ട് അതിനകത്ത് നിന്ന് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ പ്ലാന്റ് നമുക്ക് മതിൽ ഒരു എന്താ പറയുക, നമുക്ക് അതിനകത്ത് ഒരു ആദായം എടുക്കാൻ സാധിക്കും. അതുപോലെ പ്ലാന്റ് വെച്ചിട്ട് 2 ആണി വീതം അടിച്ചു കഴിഞ്ഞാൽ മേളിലോട്ട് കയറും, മതിലിൽ പിടിക്കും. മതിൽ നല്ല ശക്തിയായിട്ട് മതിൽ നല്ല കട്ടിയാവും. ഇതിൻ്റെ വേര് നന്നായിട്ട് മതിലിൽ പിടിക്കും. അന്നേരം നല്ലൊരു ഗ്രീനറി ആയിരിക്കും. ഫ്ലവർ ചെയ്യുമ്പം കാണാൻ രസമാണ്. പഴം നല്ല ടേസ്റ്റിയാണ്. പഴത്തിന് നല്ല വിലയുണ്ട്. ഒരു കിലോയ്ക്ക് ഏകദേശം 200, 250, 300 രൂപ വരെ വില വരുന്നുണ്ട്. അതിനകത്തുനിന്ന് ഒരാദായം നമുക്ക് കിട്ടും. ഐഡിയ ഉള്ള ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു ആദായമാണ്. നല്ല വെറൈറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ വലിയ പ്രോസസ്സിംഗ് ഒന്നുമില്ല. കാറ്റ് നന്നായിട്ട് കടന്നു പോകുന്ന എവിടെയെങ്കിലും 2 ദിവസം തുറസായിട്ട് നമ്മൾ ഈ പ്ലാന്റിനകത്ത് പറിച്ച പഴം വയ്ക്കുക. അത് മാത്രം ചെയ്താൽ മതി. 2-3 ദിവസം വയ്ക്കുക, അതിനുശേഷം യൂസ് ചെയ്യുക. വേറെ ഒരു പ്രോസസ്സിങ്ങും ഇല്ല. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ സാധിക്കുന്ന നല്ല ഒരു പഴം തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. പുറം രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഈ പഴം നമുക്ക് തരാറുണ്ട്. പല രാജ്യങ്ങളിലും അതിങ്ങനെ അന്വേഷിച്ച് പോകുന്ന ഒന്നാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നല്ല എനർജിയാണ്. നല്ല എനർജി സപ്ലൈ ചെയ്യുന്ന സാധനം തന്നെയാണ്. വെള്ള, മഞ്ഞ, ചുവപ്പ്, അതിൻ്റെ പച്ചയും ഉണ്ട്. വളരെ റെയറാണ്. വളരെ റെയറെന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ടാണ് പച്ച കിട്ടാറ്. നല്ല കോസ്റ്റ്ലിയാണ് പ്ലാന്റ്. അതേപോലെ തന്നെ ഇത് നല്ല രുചിയുള്ള നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഈ പഴം. കാര്യം ഇപ്പം നമുക്കറിയാം, ഒരുപാടടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് റോഡ് സൈഡുകളിൽ വെച്ചേക്കുന്നത് കാണാം. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്ന് പറഞ്ഞാൽ ബേഡ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ അതേപോലെ നമുക്ക് നല്ല എനർജി ആയിട്ടുള്ള ഒരു പഴം നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഡ്രം എടുത്ത് വെച്ചിട്ട് അതിനകത്ത് നല്ല കട്ടിയുള്ളൊരു കമ്പി എടുത്ത് വെച്ച് മേളിലൂടെ ടൈറ്റ് ചെയ്ത് കെട്ടി മേളിൽ കൊണ്ടുവന്നതിന് ശേഷം അവിടെ ഒരു സൈക്കിൾ ഡ്രം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പോലും ഇടയ്ക്കത്തെ ഒരുപാട് കമ്പി സൈക്കിൾ ഡ്രമ്മിനുണ്ട്. അതിനകത്ത് ഇടയ്ക്കുന്ന ഓരോ കമ്പി കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിനകത്തൂടെ കയറ്റി കറക്കിയിടാം. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഇത് നിൽക്കണമെന്നുണ്ടെങ്കിൽ 4 വശത്തും ഓരോ കമ്പി കൊടുത്തതിന് ശേഷം കുഴിച്ചിട്ട് മുകൾ ഭാഗത്തൊരു ടയറിൻ്റെ റമ്മ് എടുത്ത് വെച്ചേക്കുക. അതിനകത്തൂടെ ഇറക്കിയിടുക. വേറെ ഒന്നും വേണ്ട. ഏറ്റവും നല്ലതാണ്. നമുക്ക് ഒരുപാട് സ്ഥലപരിമിതിയുള്ളവർക്കും ഒക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഒന്നും വേണ്ട, വീടിൻ്റെ മേളിൽ ടെറസുള്ളവർക്ക് ടെറസിൽ ഒരു ഡ്രമ്മിൽ വളർത്തിയിട്ട് താഴോട്ട് സൈഡിലോട്ടങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ആവശ്യത്തിന് പഴം അതിനകത്ത് നിന്ന് കിട്ടും.
ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നമുക്ക് കമൻസ് രൂപത്തിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇടും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഒന്നുകൂടി നന്ദി പറയുന്നു.